إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ദീനിൽ ജീവിതാന്ത്യം വരെ നിലകൊള്ളാൻ ആവശ്യപ്പെടുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് യൗമഇദിൻ യസ്സദ്ദഊൻ. നേരായ മതത്തിലേക്ക് നിന്റെ മുഖത്തെ നീ തിരിക്കണം. അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും തട്ടിമാറ്റാൻ കഴിയാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് യൗമഇദിൻ യസ്സദ്ദഊൻ, ആ ദിവസത്തിൽ മനുഷ്യർ വേർപിരിയുന്നതാണ്. മൻ കഫറ ഫഅലൈഹി കുഫ്റു വമൻ അമില സ്വാലിഹൻ ഫലിഅൻഫുസിഹിം യംഹദൂൻ. സത്യ നിഷേധം സ്വീകരിച്ചവർ അതിൻ്റെ ഫലം അവരനുഭവിക്കും. ഈമാൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരാരോ അവർ അവർക്ക് വേണ്ടിയാണ് സൗകര്യമൊരുക്കുന്നത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. മറ്റൊരു വചനത്തിൽ ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്നൊരിക്കലും തട്ടിമാറ്റാൻ കഴിയാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഉത്തരം ചെയ്യുക. മാലക്കും മിൻ മൽജഇൻ യൗമഇദിൻ വമാലക്കും മിൻ നകീർ. ആ ദിവസം നിങ്ങൾക്ക് മറ്റൊരു രക്ഷാമാർഗവുമില്ല. ആ ദിവസത്തെ നിഷേധിക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ കാലത്ത് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച ഏറ്റവും വലിയ അപജയം എന്നത് റബ്ബിൻ്റെ ഈ കൽപ്പനക്ക് വിധേയമായി ജീവിക്കുന്നതിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിലെ പലരും അകന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്ന് ഇസ്ലാം കേവലം അതിൻ്റെ പേരിലും വിശുദ്ധ ഖുർആൻ അതിൻ്റെ ലിപികളിലും മാത്രം അവശേഷിക്കുന്ന ഒരു കാലവുമാണ് ഇന്നത്തെ കാലം എന്ന് നാം മനസ്സിലാക്കണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണും, ലൗ അന്ന റജുലൻ അദ്റക സലഫൽ അവ്വൽ ثم بعث اليوم ما عرف من الاسلام شيئا. ആദ്യകാല വിശ്വാസികളിൽ ആരെങ്കിലും ഒരാൾ ഇന്നിവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ ഇസ്ലാമിൽ നിന്ന് ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാകാത്ത അവസ്ഥ വരും. ആ നിലക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിം ഭൂരിപക്ഷം അകന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ശേഷം അദ്ദേഹം ഇല്ലാ ഹാദിഹി സ്വല, ഒരു നമസ്കാരം മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥയാണല്ലോ എന്നുപോലും പറയുമെന്ന് അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. രണ്ട് പ്രധാന കാരണങ്ങളാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു യഥാർത്ഥ ജീവിതം നയിക്കുന്നതിൽ നിന്ന്
ഇന്ന് പലർക്കും തടസ്സമായി മാറിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ഒന്ന്, ഐഹിക ജീവിതത്തോടുള്ള അമിതമായ ഭ്രമമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശ അലൈക്കും, അള്ളാഹു തന്നെയാണ് സത്യം, ദാരിദ്ര്യം നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നില്ല. ദാരിദ്ര്യം വന്ന് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരായി നിങ്ങൾ മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിന്നി അഖ്ശ അൻ തുബസത ലക്കുമുദ്ദുന്യ കമാ ബുസിതത് മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ ഐഹിക ജീവിത സുഖസൗകര്യങ്ങൾ വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേൽ ഭൗതിക ജീവിത സുഖങ്ങൾ വിശാലമാക്കപ്പെട്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അള്ളാഹുവിനെ മറന്ന് ദീനിനെ മറന്ന് നിങ്ങൾ കഴിയുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന്. മറ്റൊരു ഹദീസിൽ കാണും, ഹലാക്കു ഉമ്മത്തി ഫിൽ കിതാബി വല്ലബൻ, എൻ്റെ ഉമ്മത്തിൻ്റെ നാശം കിതാബിലും അഥവാ ഖുർആനിലും വല്ലബൻ പാലിലുമാണ് എന്ന്. സ്വഹാബത്ത് ചോദിച്ചു, മൽ കിതാബു വല്ലബൻ, എന്താണ് ഈ ഉമ്മത്തിൻ്റെ നാശം കിതാബ് കൊണ്ടും പാലുകൊണ്ടും എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യതഅല്ലമൂനൽ ഖുർആന ഫയതഅവ്വലൂനഹു അലാ ഗൈരി തഅ്വീലിഹി, ഖുർആൻ കൊണ്ടുള്ള നാശം എന്നത് അവർ ഖുർആൻ നന്നായി പഠിക്കും, പക്ഷെ അള്ളാഹ് അവതരിപ്പിച്ച വചനങ്ങളെ ആ അവതരണ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ദുർവ്യാഖ്യാനിക്കും, അങ്ങനെ അവർ നശിക്കും. വയുഹിബ്ബൂനൽ ലബൻ, കന്നുകാലികളെ വളർത്തി അതിലൂടെയുള്ള വരുമാനമായ പാല് അവർ ഇഷ്ടപ്പെടുകയും അതിൻ്റെ പിന്നാലെ ഓടി നടന്ന് ഫയത്റുകൂനൽ ജമാഅത്തി വൽ ജുമുഅ, ജുമുഅകളും ജമാഅത്ത് നമസ്കാരങ്ങളും ആ ദുനിയവിയായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ ഉപേക്ഷ വരുത്തും. അങ്ങനെ എൻ്റെ ഉമ്മത്ത് നശിക്കുമെന്നാണ്. എന്താണ് ഇതിന് പരിഹാരം? മരണചിന്ത നന്നായി ജീവിതത്തിൽ നിലനിർത്തുക, കബറന്ന ജീവിതമുണ്ട് എന്ന ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുക, പരലോകത്തെക്കുറിച്ച് നന്നായി ആലോചിച്ചു കൊണ്ടിരിക്കുക. ബൽ തുഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വൽ ആഖിറതു ഖൈറും വ അബ്ഖ, എന്നാൽ പരലോകമാണ് ഉത്തമമായത്, എന്നേക്കുമായി ശേഷിക്കുന്നത്. ആ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നിലനിർത്തലാണ് പരിഹാരം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ അടിസ്ഥാന കാരണം, ദീനിൽ നിന്ന് പലരും തെറ്റിപ്പോകാൻ ദീനിൽ കടന്നുകൂടിയ ബിദ്അത്തുകളാണ്. ബിദ്അത്തുകൾ ദീനിൽ വന്നാൽ സുന്നത്തുകളാണ് നഷ്ടപ്പെടുന്നത്. സുന്നത്താണ് ദീനിന്റെ പ്രകാശം, സുന്നത്താണ് ഒരു സത്യവിശ്വാസിയുടെ വെളിച്ചം, ആ സുന്നത്താണ് അവന്റെ മാർഗം. പക്ഷേ ബിദ്അത്തുകൾ കടന്നു വരുമ്പോൾ സുന്നത്തുകൾ അതിന്റെ വെളിച്ചം കെട്ടുപോകും. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി ലതൽഹറന്നൽ ബിദ്ഉ ഹത്താ ലാ യുറാ മിനൽ ഹഖ് ഇല്ലാ ഖദ്റ മാ ബത്തറൂന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ. രണ്ട് കല്ലുകൾ കാണിച്ച് ഈ കല്ലുകൾക്കിടയിൽ വല്ല പ്രകാശവും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് മറുപടി കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞതാണിത്. ബിദ്അത്തുകൾ വ്യാപകമാകും. അങ്ങനെ ബിദ്അത്തുകൾ ഇസ്ലാമിൽ വ്യാപകമായി ഇസ്ലാമിന്റെ പ്രകാശം കെട്ടണഞ്ഞ് കല്ലുകൾക്കിടയിലൂടെ പ്രകാശം കാണാത്ത പോലെ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രകാശം കാണാത്ത അവസ്ഥ വരും. വല്ലാഹി ലതഫ്ശുവന്നൽ ബിദ്ഉ ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖാലു തുരികത്തിസ് സുന്ന. ബിദ്അത്തുകൾ സമൂഹത്തിൽ വ്യാപകമാകുകയും ആരെങ്കിലും ഒരു ബിദ്അത്ത് കൈയൊഴിച്ചാൽ അവനെ നോക്കി സുന്നത്താണല്ലോ അവൻ വിട്ടത് എന്ന് പോലും ആളുകൾ പറയുന്ന അവസ്ഥ സംജാതമാകും എന്നാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകൾ ദീനിനെ തകർക്കുകയാണ്. ആ ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ ഒരാൾ എത്തിപ്പെടുന്ന അവസ്ഥകൾ, അതിന്റെ ഗൗരവാവസ്ഥ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, മനി ബുത്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന, ഇസ്ലാമിലൊരു പുത്തൻ ആചാരം കൊണ്ടുവന്ന് നല്ലതല്ലേ എന്നൊരാൾ അഭിപ്രായപ്പെട്ടാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അതിലൂടെ അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ ഈ സമൂഹത്തോട് വഞ്ചന കാണിച്ചു എന്നാണ്. ലിഅന്നല്ലാഹ യഖൂൽ, കാരണം അല്ലാഹ് പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നത്തെ ദിവസം ഈ ദീനിനെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന അല്ലാഹ് പറഞ്ഞിരിക്കെ
ഇനിയും ഈ ദീനിൽ ഇന്നത് നല്ലതാണ്, ഇന്നത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട്, ഈ സമൂഹത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല എന്ന് വാദിക്കുന്നത് പോലെയാണ് എന്നാണ്. ശേഷം ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ വാക്ക് ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന. അന്ന് ദീനല്ലാത്തത് ഇന്നൊരിക്കലും ദീനല്ല എന്നാണ്. ഏതാണ് ഈ അന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ജീവിച്ച കാലം, താബിഉകളും തബഉ താബിഉകളും ജീവിച്ച കാലം. അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനല്ല. അന്ന് നിസ്കാരമുണ്ടോ? ഇന്നതുണ്ട്. അന്ന് ദിക്റുണ്ടോ? ആ ദിക്റുന്നുണ്ട്. അന്ന് ഏതൊക്കെ ആചാരങ്ങളുണ്ട്? ആ ആചാരങ്ങളാണ് ഇന്നുള്ളത്. മറ്റുള്ളതൊക്കെ പുതിയവയാണ്. ആ പുതിയവയെക്കുറിച്ച് ഗൗരവത്തിൽ കാണണമെന്നാണ്. ബിദ്അത്തുകൾ ചെയ്യുന്നവർ എത്തിപ്പെടുന്ന ഗുരുതരമായ മറ്റൊരവസ്ഥ വഹയിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ. തന്റെ ഇച്ഛക്കനുസരിച്ച് ആ റസൂലുള്ള ഒന്നും സംസാരിക്കൂല. അദ്ദേഹം ദീനിന്റെ പേരിൽ സംസാരിച്ചതൊക്കെ വഹയിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഒരാള് സുന്നത്ത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ വഹയിലൂടെ സ്ഥിരപ്പെട്ട വഹയിനെയാണ്. ഒരു സുന്നത്ത് എന്നത് വഹയിലൂടെ വന്നതാണ്. സുന്നത്തിനെ നിഷേധിച്ചാൽ വഹയിനെ തന്നെ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇയ്യാകും വ അസ്ഹാബർ റഅയി. ബുദ്ധിക്ക് സ്ഥാനം കൊടുത്ത് ആ ബുദ്ധിക്കനുസരിച്ച് ദീനീ കാര്യങ്ങളെ കുറിച്ച് പറയുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹും അഅദാഉസ് സുനൻ. അവർ സുന്നത്തുകളുടെ ശത്രുക്കളാണ്. അഅയതുഹുമുൽ അഹാദീസു അൻ യഹ്ഫളൂഹ. റസൂലുള്ളയിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്തുകളാകുന്ന ഹദീസുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നത് അവർക്ക് കഴിയാതെ വന്നിരിക്കുന്നു. ഫഖാലു ബിർറഇ. അവരവരുടെ ബുദ്ധി കൊണ്ട് പറഞ്ഞു. എന്തുണ്ടായി? ഫളല്ലു വ അളല്ലു. ബുദ്ധി കൊണ്ട് അവർ ദീന് പറഞ്ഞപ്പോ അവർ സ്വയം വഴിതെറ്റി. അത് അവരിൽ നിന്ന് കേട്ട് പിൻപറ്റിയവർ അവരെ വഴി പിഴപ്പിക്കുകയും ചെയ്തു എന്നാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് അലൈഹിസ്സലാമിന്റെ മകന്റെ പതനത്തെക്കുറിച്ച് വിശദീകരിച്ച വചനങ്ങൾ സൂറത്ത് ഹൂദിൽ കാണാം. ജലപ്രളയമുണ്ടായപ്പോ തന്നോട് കപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടതും ആ കപ്പലിൽ സത്യവിശ്വാസികളെയും മറ്റു ജോഡികളെയും കയറ്റാൻ പറഞ്ഞതും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ നൂഹ് അലൈഹിസ്സലാം ഒരു വഹയ്, തനിക്ക് കിട്ടിയ അള്ളാഹുവിനുള്ള സന്ദേശമാണ് തന്റെ മകന് നൽകിയത്. വനാദാ നൂഹു ഇബ്നഹു വകാന ഫീ മഅ്സിലിൻ യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ, ഈ കപ്പലിൽ ഞങ്ങളോടൊപ്പം ഇതാ ഈ പിതാവിന്റെ കൂടെ കയറിക്കോ, നീ സത്യനിഷേധികളിൽ പെട്ടുപോകരുത്. ഈ പറഞ്ഞത് നൂഹ് അലൈഹിസ്സലാമിന്റെ സ്വന്തം വകയല്ല, അള്ളാന്റെ കൽപ്പന പ്രകാരം വഹയി പറഞ്ഞതാണ്. അപ്പൊ മകന്റെ ബുദ്ധി എന്താ? മകന്റെ ബുദ്ധി ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഞാൻ ഇവിടെ ഈ മലയിൽ എവിടെയെങ്കിലും അള്ളിപ്പിടിച്ച് രക്ഷപ്പെട്ടോളാം. അപ്പൊ വീണ്ടും വഹയി. നൂഹ് അലൈഹിസ്സലാമിന്റെ വാക്കല്ല, അള്ള കൊടുത്തു. ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മർ റഹിമ. ഇന്ന് അള്ളാന്റെ കാരുണ്യം ആർക്ക് ലഭിച്ചോ അവർക്ക് മാത്രമേ ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷയുള്ളൂ. അവസാനം എന്തുണ്ടായി? വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. വഹയിനാണ്ട് തള്ളിയപ്പോ ആ വെള്ളത്തിൽ മുങ്ങി നശിച്ചവരിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ മകനും പെട്ടുപോയി എന്നതാണ്. വഹയിനെ നിഷേധിച്ചാൽ ഇവിടെ വെച്ചും പാരത്രിക ലോകത്തും നാശമാണ്, നഷ്ടമാണ്, പരാജയമാണ് ഉണ്ടാവുക എന്ന കാര്യം നമ്മളാരും മറന്നു പോകരുത്. ബിദ്അത്തുകൾ ചെയ്യുന്നവർ ചെയ്യുന്ന മറ്റൊരു അപകടം അവർ അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടക്കുന്നു എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികളെ വിളിച്ച് അള്ളാഹ് ഉണർത്തിയത് നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും മുൻകടക്കരുത് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ച് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ല തന്റെ തഫ്സീറിൽ പറഞ്ഞത്, അള്ളാഹ് ഈ ആയത്തിലൂടെ കൽപ്പിച്ചത് വഅൻ യകൂനു മാശീന ഖൽഫ അവാമിരില്ലാ മുത്തബിഈന ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ ജമീഇ ഉമൂരിഹിം. സത്യവിശ്വാസികൾ അവരുടെ മുഴുവൻ പ്രശ്നങ്ങളിലും അള്ളാന്റെ കൽപ്പനക്ക് പിന്നാലെ റസൂലുള്ളാഹി ഇത്തിബാ ചെയ്തുകൊണ്ട് തന്നെ നടക്കണം. വഹാദാ ഉൻവാനു സആദത്തിൽ അബ്ദി വഫലാഹിഹി. അതാണ് ഒരാളുടെ സകല വിജയത്തിന്റെയും അടിസ്ഥാനം. വബിഫവാത്തിഹി തഫൂതുഹു സആദത്തുൽ അബദിയ്യ വനഈമുസ് സർമദി. ആ അള്ളാഹുവിന്റെ ആ കൽപ്പനക്ക്,
ആര് വിധേയമാകുന്നില്ലയോ ശാശ്വതമായ സ്വർഗം അവൻ നഷ്ടപ്പെടുത്തുകയാണ്, അവൻ എല്ലാ വിജയവും പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ ഓർക്കുക. സത്യവിശ്വാസികൾ എന്ന നിലക്ക് ബിദ്അത്തുകൾക്കെതിരിൽ നിലകൊള്ളേണ്ടത് അനിവാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ബിദ്അത്തുകളുടെ ഗൗരവം അറിയിച്ച ഒരു വചനമാണ് സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറ. അള്ളാഹുവിൻ്റെ ദൂതന് എതിര് നിൽക്കുകയും എന്നിട്ട് സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം ആ റസൂലുള്ളയിൽ നിന്ന് ബോധ്യപ്പെട്ട ഹിദായത്തിനെ മാറ്റി സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്തവരാരോ നുവല്ലിഹി മാ തവല്ല, അവരെ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം വസാഅത്തു മസ്വീറ, നരകത്തിൽ അവർ കടന്നെരിയും. അതെത്രമാത്രം ദുഷിച്ച സങ്കേതമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം റസൂലുള്ളയും സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ നമ്മൾ നിലകൊള്ളുക എന്നതാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഈ ഉമ്മത്ത് ഭിന്നതയിൽ അകപ്പെട്ട് നശിക്കാതിരിക്കാനുള്ള ഏകമാർഗം മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് നിലകൊണ്ട മാർഗത്തിൽ അവർ നിലകൊള്ളണമെന്നതാണ്. ഈ ഷഅബാൻ മാസത്തെക്കുറിച്ചൊന്ന് എടുത്തു നോക്കൂ. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് അനുവാദമുള്ള മാസമാണ് ഷഅബാൻ. ഇനി ഏറ്റവും ചുരുങ്ങിയത് തിങ്കളും വേഴവും അയ്യാമുൽ ബീളുമെങ്കിലും നമുക്ക് ഈ മാസത്തിൽ പ്രത്യേക താല്പര്യപൂർവ്വം നോൽക്കാം. പക്ഷേ കൂടുതൽ നോമ്പ് നോക്കാൻ അള്ളാന്റെ കൽപ്പന, റസൂലുള്ളാന്റെ കൽപ്പന ഉണ്ടായിട്ടും അത് പാടെ തിരസ്കരിച്ച് ഷഅബാൻ 15 പ്രത്യേകം നോമ്പ് നോൽക്കുന്നു. നിസ്ഫു ഷഅബാൻ, ഷഅബാൻ 15 രാവിനും അതിൻ്റെ പകലിനും പ്രത്യേകത കൽപ്പിച്ച് അന്ന് മുസ്ലിം ഉമ്മത്ത് നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ഒരടിസ്ഥാനവും അതിനില്ല. നമ്മുടെ നാട്ടിൽ ഷഅബാൻ 15 നാളെയാണ്. നാളെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഒരു അടിസ്ഥാനവുമില്ല. ശനിയാഴ്ച തന്നെ ഫർളല്ലാത്ത നോമ്പ് അനുഷ്ഠിക്കാതിരിക്കലാണ് അഖ്റബുലി സുന്ന, സുന്നത്തിനോട് ഏറ്റവും അടുത്തത്. ഫർളായ നോമ്പ് നോറ്റുവിട്ടാനുണ്ടോ ശനിയാഴ്ച അതിന് തിരഞ്ഞെടുക്കാം, അത് നിർബന്ധമായതുകൊണ്ട്. അപ്പോൾ നാളത്തെ നോമ്പിന് ഒരു അടിസ്ഥാനവുമില്ല. ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ല പറഞ്ഞത് കാണും, ലാ തുഖസ്സു ബി ഖിയാമിൻ വലാ യൗമിൻ നിസ്ഫി ബി സിയാമിൻ. ഷഅബാൻ 15 പ്രത്യേകം രാത്രി നിന്നുള്ള നമസ്കാരം, അതിൻ്റെ പകലിൽ പ്രത്യേകമായ നോമ്പ്, അങ്ങനൊന്നില്ല. ലാക്കിൻ മൻ കാന യഖൂമു കുല്ല ലൈലത്തിൻ ഫലാ നഖൂലു ലാ തഖും ലൈലത്തൻ നിസ്ഫ്. എല്ലാ രാവിലും രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരാളോട് ഈ രാവിൽ എഴുന്നേറ്റ് നിൽക്കരുത്, നിസ്കരിക്കരുതെന്ന് പറയില്ല. അതുപോലെ വക്കാന യസൂമു അയ്യാമുൽ ബീൽ ലാ നഖൂൽ, അയ്യാമുൽ ബീൽ നോൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലെയും 13, 14, 15 നോമ്പ് അയ്യാമുൽ ബീലാണ്. അത് ഷഅബാനിൽ നോക്കുന്ന ഒരാളോട് ഷഅബാൻ 15 നോമ്പ് നോൽക്കരുത് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം എന്താ? അത് ഇസ്ലാമിലുള്ളതാണ്. നമ്മൾ പറയുന്നത് എന്താ? ഇന്നമാ നഖൂലു ലാ തുഖസ്സു ലൈലുഹാ ബിഖിയാമിൻ വലാ നഹാറുഹാ ബിസിയാമിൻ. ഷഅബാൻ 15 പകൽ മാത്രം, അതിലെ രാവിൽ മാത്രം പ്രത്യേകത കൽപ്പിച്ച് പ്രത്യേക നമസ്കാരമോ നോമ്പോ അത് പാടില്ല, അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ്. ഈ കാര്യം ഈ സന്ദർഭത്തിൽ ബിദ്അത്തുകൾ സമൂഹത്തിൽ വ്യാപിക്കുന്ന ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഇക്കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ അറിയേണ്ടത് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറഞ്ഞ പോലെ, ഇത്തബി തുറുക്കൽ ഹുദാ വലാ യളുറുക ഖില്ലത്തു സാലികീൻ വ ഇയ്യാക വ തുറുക്കൽ വലാല വലാ തഗ്തറ ബികത്റത്തിൽ ഹാലികീൻ. ഹിദായത്തിന്റെ മാർഗം പിൻപറ്റുക, അതിൽ കടന്നവർ കുറഞ്ഞതാണെങ്കിലും നിനക്കൊരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല. ലൊലാലത്തിന്റെ മാർഗങ്ങൾ വെടിയുക,
അതിൽ ഭൂരിപക്ഷം ആളുകളുണ്ടല്ലോ എന്നതിനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ ദീനിനെ പ്രമാണബദ്ധമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിച്ച് മരിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اجرنا من النار، اللهم اعتقنا من النار، اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.